നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? എൻ്റെ ഉയർച്ചയും എൻ്റെ ഭാവിയും എല്ലാം എൻ്റെ താതൻ്റെ കരത്തിലാണ്. എന്നെ വീണ്ടെടുത്തത് ഈ ലോകത്തിൻ്റെ വിലയേറിയതൊന്നുമല്ല, അങ്ങയുടെ രക്തം കൊണ്ടാണ് എന്നെ വീണ്ടെടുത്തത്. ഹല്ലേലൂയ. അതൊന്നും എൻ്റെ പ്രാപ്തിയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ഒന്നുമല്ല കർത്താവേ. എനിക്ക് പുകഴുവാനുള്ള യോഗ്യതയൊന്നുമല്ല. ഒന്നെനിക്കറിയാം, എൻ്റെ യേശുവിൻ്റെ കൃപയാണ്, എൻ്റെ യേശുവിൻ്റെ സ്നേഹമാണെന്ന് എനിക്കറിയാം. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ നിൽക്കുന്നത് അങ്ങയുടെ ക്രൂശിന്റെ മറവിലാണ്. നിൽക്കുന്നത് അങ്ങയുടെ ക്രൂശിന്റെ മറവിലാണ്. ഞാൻ ചാരി കിടക്കുന്നത് അങ്ങയുടെ മാർവിലാണെന്ന്. ഹല്ലേലൂയ ജീസസ്. എൻ്റെ ജീവിതത്തിൽ അങ്ങല്ലാതെ, അങ്ങില്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ആകാൻ കഴിയത്തില്ല. എൻ്റെ ജീവിതം അങ്ങയ്ക്ക് വേണ്ടിയാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയ്ക്ക് വേണ്ടിയാണ്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങയുടെ ഹിതമനുസരിച്ച്, അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ നയിക്കണമേ എന്ന് എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടൊന്ന് പറയുവാൻ സാധിക്കും? അങ്ങല്ലാതെ ആരുമില്ല എന്നുള്ളത്തിൽ യേശുവേ. അങ്ങല്ലാതെ ആരുമില്ലേ എന്നുള്ളത്തിൽ യേശുവേ. അങ്ങയ്ക്കായി, അങ്ങയ്ക്കായി ഞാൻ ജീവിക്കുന്നേ. ഓരോ നാളും യേശുവേ. അങ്ങയ്ക്കായി, അങ്ങയ്ക്കായി ഞാൻ ജീവിക്കുന്നേ. ഓരോ നാളും യേശുവേ. എൻ പ്രാപ്തിയെല്ലാം, എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം. എൻ യോഗ്യതയോ, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം. എൻ യോഗ്യതയോ,
എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം, നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി. എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ, ഓ നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി. എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. നിൻ പാദമത്രേ എൻ വാസസ്ഥലം, നിൻ മൊഴിയാതോ എന്റെ ജീവബലം. നിൻ പാദമത്രേ എന്റെ വാസസ്ഥലം, നിൻ മൊഴിയാതോ നിൻ മൊഴിയാതോ എൻ ജീവബലം. അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല, ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല. ഓ അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല. അങ്ങില്ലെങ്കിൽ, ഓ അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല. കർത്താവിനോടൊന്ന് പറയുവാൻ സാധിക്കുമോ? എൻ്റെ യേശു എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല, ഏതുമില്ലാന്ന്. അങ്ങന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ജീവനില്ല കർത്താവേ. അങ്ങയുടെ ആത്മീക ജീവൻ, ആത്മീക ജീവൻ എനിക്കൊന്ന് പകരണമെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല, നമ്മുടെ പദവികൾ കണ്ടിട്ടല്ല, നമ്മുടെ പണം കണ്ടിട്ടല്ല, നമ്മുടെ ആരോഗ്യം കണ്ടിട്ടല്ല, നമ്മുടെ സമ്പത്ത് കണ്ടിട്ടല്ല കേട്ടോ. എന്നെ നിർത്തിയത് നിന്റെ കൃപയാ, എന്നെ നിർത്തിയത് എൻ്റെ യേശുവിൻ്റെ കൃപയാ, എന്നെ നിർത്തിയത് എൻ്റെ യേശുവിൻ്റെ കൃപയാ. ഇതെനിക്ക് ബോണസ് കിട്ടിയതാ. എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ ജീസസ്. ഓ അങ്ങില്ലെങ്കിൽ എനിക്ക് ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്ക് ഭാവിയില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല, ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല. ഓ എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം, എൻ യോഗ്യതയോ, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. എൻ പ്രാപ്തിയല്ല, എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം, അങ്ങു മാത്രം. എന്റെ യോഗ്യതയോ, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. നിൽക്കുന്നതോ ക്രൂശിൽ ചാരി, ശകമാനരേ എൻ ഭാവിയല്ല നിൻ കരത്തിൽ. നിൽക്കുന്നതോ, നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി. എൻ ഭാവിയല്ല നിൻ കരത്തിൽ. നിൻ പാദമത്രേ എൻ വാസസ്ഥലം, നിൻ മൊഴിയാതോ എൻ ജീവബലം. നിൻ പാദമത്രേ എൻ്റെ വാസസ്ഥലം, നിൻ മൊഴിയാതോ. അങ്ങനെയെങ്കിലും അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല. ഓ അങ്ങില്ലെങ്കിൽ
എനിക്കു ജീവനില്ല, അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല, അങ്ങില്ലെങ്കിൽ എനിക്ക് ജീവനില്ല, എനിക്കു ഭാവിയില്ല. പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നിന്റെ ഭാവിയെ കുറിച്ച് നീ ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം. നിന്റെ ഭാവിയെ നിയന്ത്രിക്കുന്ന നീ ലോകത്തിന്റെ ഒന്നുമല്ല കേട്ടോ. നിന്റെ ഭാവിയെ നിയന്ത്രിക്കുന്ന നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മാനേജർ അല്ല കേട്ടോ. നിന്റെ ഭാവിയെ നിയന്ത്രിക്കുന്ന എന്റെ കർത്താവാ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വഴികൾ ഒരുക്കുവാൻ കഴിവുള്ളവനാ എൻ്റെ യേശു. ഹല്ലേലൂയ. ഒരു നാൾ നിന്നെ ഉപേക്ഷിക്കത്തില്ല, നിന്നെ മറന്നു കളയത്തില്ല എന്ന് പറഞ്ഞ ഒരുവനുണ്ടെങ്കിൽ എൻ്റെ യേശുവാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വൈകിയ സമയത്ത് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും, എൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത് എൻ്റെ വീട്ടുകാരല്ല, എൻ്റെ നാട്ടുകാരല്ല, എൻ്റെ ഭാവിയെ കരുതുന്നത്, എൻ്റെ ഭാവിയെ കൊണ്ടുപോകുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ കർത്താവാണെന്ന്, എന്നെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? എൻ്റെ കർത്താവേ, അങ്ങില്ലെങ്കിൽ എനിക്ക് ചലിക്കുവാനുള്ള ജീവനില്ല, അങ്ങില്ലെങ്കിൽ എനിക്ക് ഭാവിയില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട് എത്ര ആകുല ചിന്തകൾ എൻ്റെ മുമ്പിൽ നിരന്നാലും, എത്ര പ്രതികൂലങ്ങൾ എൻ്റെ മുമ്പിൽ വന്നാലും ഞാൻ ഒന്ന് പറയൂ, അങ്ങന്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ചലിക്കോ, അങ്ങന്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ജീവൻ പ്രാപിക്കോ. ഈ ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഈ ഉറപ്പ് എത്ര പേർക്കുണ്ട്? അങ്ങനെയുള്ളവർ ആരും മൗനമായിട്ടിരിക്കാതെ അല്പസമയങ്ങൾ അതരങ്ങൾ തുറന്ന് ഒരു നാണക്കേട് വിചാരിക്കണ്ട, ഒരു നാണക്കേട് വിചാരിക്കണ്ട. ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്ന ഒരു പകൽക്കാലമായത്. ഹല്ലേലൂയ. ചില നിയോഗങ്ങൾ നിന്റെ മേൽ വീഴുന്ന പകൽക്കാലമായത്, ചില നിയോഗങ്ങൾ നിന്നെ കൊണ്ടുപോകുന്ന പകൽക്കാലമായത്. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. ഹല്ലേലൂയ. റികാര ശബ്ദപ്രഭന വൈശപ്രഭന വൈശമ. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. അങ്ങയുടെ മുഖം കണ്ട നാൾ മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ചിന്തിച്ചതല്ല, ഞാൻ നനച്ചതല്ല. നിന്നെ അറിഞ്ഞ നാൾ മുതൽ ഞാൻ കണ്ടത് ഞാൻ ചിന്തിച്ചതല്ല, നനച്ചതല്ല. എൻ്റെ ഭാവിയെ ഇതുവരെ കൊണ്ടുവന്നത് ഞാൻ ചിന്തിച്ചതല്ല, നനച്ചതല്ല. അതിനപ്പുറത്ത് എൻ്റെ യേശു എന്നെ സ്നേഹിച്ചത് കൊണ്ടാ, എൻ്റെ യേശു എന്നെ കരുതിയത് കൊണ്ടാ, അവന്റെ കണ്ണു മുന്നമേ എന്നെ കണ്ടത് കൊണ്ടാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വീണ്ടെടുപ്പിന് നീ എങ്ങും പോകേണ്ട കാര്യമില്ല, ആരെയും തേടി പോകേണ്ട കാര്യമില്ല. നിന്നെ തേടി വരുന്ന ഒരുവനുണ്ട്, നിന്റെ അടുത്തേക്ക് നിന്നെ തേടി വരുന്ന ഒരുവനുണ്ട്. അതാത്രേ എൻ്റെ യേശു. ഹല്ലേലൂയ. ഓ നീഖ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരർപ്പണങ്ങളോ ഒരു തർപ്പണങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന് മാത്രം ചെയ്താൽ മതി. യേശുവേ, എൻ്റെ ഹൃദയത്തെ ഞാൻ നിനക്ക് തരുന്നു. യേശുവേ, എൻ്റെ ഹൃദയത്തെ ഞാൻ നിനക്ക് തരുന്നു. ഹല്ലേലൂയ. നീ എന്താഗ്രഹിക്കുന്നുവോ, എന്നെ കുറിച്ച് നിന്റെ പദ്ധതി എന്താണോ, നിന്റെ പ്ലാൻ എന്താണോ, അതെന്നിൽ നിറവേറണമേ. ഹല്ലേലൂയ. ഒരു മാനുഷിക ചിന്തകൾക്കും എന്നെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല. എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ യേശുവിന്റെ സ്നേഹമാണ്, എൻ്റെ യേശുവിന്റെ കരമാണ്, എൻ്റെ യേശുവിന്റെ വാക്കാണ്. ഹല്ലേലൂയ. ഒന്ന് പറയാമോ? അങ്ങില്ലെങ്കിൽ എനിക്ക് ജീവനില്ല, അങ്ങില്ലെങ്കിൽ എനിക്ക് ഭാവിയില്ല. പ്രതികൂല സാഹചര്യത്തിലും പറഞ്ഞോണോ? മരണത്തിന്റെ പാശങ്ങൾ മുന്നിൽ നാം കണ്ടാലും പറഞ്ഞോണോ? എൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത് പിശാചല്ല, എൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്ന ഒരു മന്ത്രവാദിയല്ല, ഈ ലോകത്തിലെ ഒന്നുമല്ല, ഒരു ദേശാധിപതിയുമല്ല. പറഞ്ഞോണം, എൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത് പാതാളത്തെയും മരണത്തെയും ഒരുപോലെ ജയിച്ചവൻ എൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്നെന്ന് പറ. പാതാളത്തെയും മരണത്തെയും ഒരുപോലെ ജയിച്ച എൻ്റെ കർത്താവ് എൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത് പറ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ തളർന്നു പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല, നീ വീണു പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ.
ഉയർച്ചകൾ താഴ്ചകൾ നിന്റെ ജീവിതത്തിൽ വന്നാലും എൻ്റെ കർത്താവിനോട് പറഞ്ഞോണം, എൻ്റെ ജീവിതം നയിക്കുന്നത് എൻ്റെ കർത്താവാണ്. മുൻപിൽ ചെങ്കടൽ ആർത്തിരച്ചു വന്നപ്പോൾ ഇസ്രായേൽ ജനം ആ വരണ്ട നിലത്തുകൂടി അക്കരെ കടന്നെങ്കിൽ നമ്മുടെ ഭാവിയുടെ പ്രതികൂലങ്ങളെ നോക്കി നാം പറ, ഒരു ശത്രുവിന് എൻ്റെ ഭാവിയെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ലെന്ന് പറ. ഒരു ശത്രുവിനും എൻ്റെ ഭാവിയെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ലെന്ന് പറ. എൻ്റെ തലമുറയുടെ ഭാവിയെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ലെന്ന് പറ. എൻ്റെ നിയോഗത്തെ തടഞ്ഞു വെക്കാൻ ഒരു ശത്രുവിന് കഴിയത്തില്ലെന്ന് പറ. ഹല്ലേലൂയ. ആത്മാവിൽ എത്ര പേർക്ക് റിസീവ് ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. നിന്നെ നിയന്ത്രിക്കുന്നത് യാതൊന്നുമല്ല കേട്ടോ. ഇന്നു മുതൽ നീ ഒരു പുതിയ സൃഷ്ടിയാകാൻ പോവാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോവാ. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കാൻ പോവാ. ഹല്ലേലൂയ. നീ അറിയാത്ത വഴികളിലൂടെ നിന്നെ സഞ്ചരിപ്പിക്കാൻ പോവാ. ഹല്ലേലൂയ. നീ ചെയ്യാത്ത വൻകാര്യങ്ങൾ എൻ്റെ കർത്താവ് നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവർ ആരും മൗനമായിട്ടിരിക്കരുതേ. കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനോട് പറയാമോ? ഇല്ലെങ്കിൽ ജീവനില്ല, അങ്ങില്ലെങ്കിൽ എനിക്ക് ഭാവിയില്ല. ഓ, അങ്ങില്ലെങ്കിൽ ജീവനില്ല, അങ്ങില്ലെങ്കിൽ ഭാവിയില്ല. എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ. അതുകൊണ്ട് അങ്ങില്ലെങ്കിൽ, ഓ അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. എനിക്കു ഭാവിയില്ല. അങ്ങില്ലെങ്കിൽ, ഓ അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനില്ല. അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവി. നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്തിൽ. ഓ, നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി ഭാവിയെല്ലാം നിൻ കരത്തിൽ. പറയാമോ? അങ്ങല്ലാതെ ആരുമില്ലേ എന്നുള്ളത്തിൽ യേശുവേ. അങ്ങല്ലാതെ ആരുമില്ലേ എന്നുള്ളത്തിൽ യേശുവേ. അങ്ങയ്ക്കായി, ഓ അങ്ങയ്ക്കായി ഞാൻ ജീവിക്കുന്നേ. ഓരോ നാളും യേശുവേ. അങ്ങയ്ക്കായി ഞാൻ ജീവിക്കുന്നേ. ഓരോ നാളും എൻ യേശുവേ.
എനിക്ക് താതന്റെ മാർവല്ലേ ചൂടെനിക്ക് താതന്റെ കൈയല്ലേ താതന്റെ കൈയല്ലേ കർത്താവിനോടൊന്ന് പറയാമോ? കൊതിയേറുന്നേ കൊതിയേറുന്നേ അരികിൽ വരാ തിരുപാദത്തിൽ തിരുപാദത്തിൽ കിടന്നിടുക. കൊതിയേറുന്നേ കൊതിയേറുന്നേ അരികിൽ വരാ തിരുപാദത്തിൽ കിടന്നിടുവാൻ വിളിച്ചവനെ വിളിച്ചവനെ എൻ രക്ഷയുടെ ആധാരമേ വിളിച്ചവനെ വിളിച്ചവനെ എൻ രക്ഷയുടെ ആധാരമേ എത്രയോ നിന്ദകൾ എത്രയാവശ്യങ്ങൾ എന്റെ ചുറ്റും വന്നാലും ഞാൻ അങ്ങേ നോക്കിടും. ഹോ എത്രയോ നിന്ദകൾ എത്രയാവശ്യങ്ങൾ എന്റെ ചുറ്റും വന്നാലും ഞാൻ അങ്ങേ നോക്കും ഞാൻ. ഉത്തമദാസനെ എന്നു നീ ചൊല്ലിടും ഒരു വാക്കു കേട്ടിടാൻ ഉന്മയായോടുന്നു. ഉത്തമദാസനെ എന്നു ചൊല്ലിടും ഒരു വാർത്ത കേട്ടിടാൻ അழைത്തവരെ 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 നൂലിയത്തിൻ ആധാരമേ ആധാരമേ അழைത്തവരെ അழைത്തവരെ എന്നൂലിയത്തിൻ आधारमे तुम्हें प्यार करने को तेरी सेवा करने को एक अर्थ के समान पहचाने को ओ अंगे क्यारा हो ജീവനെ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. അതുകൊണ്ട് കരമുയർത്തി ആരാധന ഓ ആരാധന 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 യേശുവിൻ പരിശുദ്ധന ആരാധന 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 തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ. ശബ്ദം ഉയർത്തുന്ന പാടാമോ? തുല്യം ചൊല്ലാം തുല്യം ചൊല്ലാൻ ആരുമില്ല
അങ്ങെപ്പോലെ അങ്ങന്റെ ജീവനാണെന്ന് പറയാമോ? എൻ ജീവനേ, ജീവനേ, സ്വന്തമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാനെന്ന് പറയാമോ? ജീവനേ, സ്വന്തമേ, അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. അതുകൊണ്ട് ചേർന്ന് ഒരുമിച്ച് ശബ്ദമുയർത്തി ഓ ആരാധന, 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 ആരാധന യേശുവിൻ ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി കരങ്ങൾ വീശി ആരാധന, 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 ആരാധന യേശുവിൻ ആരാധന, 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 ആരാധന. ഓ അങ്ങില്ലെങ്കിൽ എനിക്കു ജീവനിൽ ഒന്ന് ഉറപ്പിക്കാൻ പോകാം. എന്റെ യേശുവില്ലെങ്കിൽ എനിക്ക് ജീവനില്ലെന്ന്, എന്റെ യേശുവില്ലെങ്കിൽ എനിക്ക് ചൈതന്യമില്ലെന്ന് നാം ഒന്ന് ഉറപ്പിക്കാൻ പോവാ. എങ്കിൽ എനിക്കു ജീവനില്ല, അങ്ങില്ലെങ്കിൽ എനിക്കു ഭാവിയില്ല. എൻ പ്രാപ്തിയെല്ലാം അങ്ങു മാത്രം, എൻ യോഗ്യതയോ, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. എൻ പ്രാപ്തിയല്ല, എൻ പ്രാപ്തിയല്ല അങ്ങു മാത്രം, എൻ യോഗ്യതയോ നിൻ കൃപ മാത്രം. ഓ അങ്ങതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കര നിൽക്കുന്നതോ, നിൽക്കുന്നതോ നിൻ ക്രൂശിൽ ചാരി എൻ ഭാവിയെല്ലാം നിൻ കരത്ത്. നിന്റെ ചിന്തകൾക്കപ്പുറത്ത്, നീ നിന്റെ മനസ്സുകൊണ്ട് നനച്ചതിനപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം ഇപ്പോഴും ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന ചിലത് ഇതിനകത്തിരുപ്പുണ്ട്. ഹല്ലേലൂയ. ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ കർത്താവിലേക്ക് നീ ഒന്ന് ഏൽപ്പിക്കാമോ? കർത്താവേ, എൻ്റെ ഭാവിയെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു, നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. വീണ്ടും വീണ്ടും ഞാൻ ഇത് ആവർത്തിച്ചു പറയുന്നു. നിന്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിലെ സ്നേഹമല്ല, ഈ ലോകത്തിന്റെ യാതൊന്നുമല്ല. നിന്റെ ഭാവിയെ നിയന്ത്രിക്കുന്നത്, നിന്റെ ഭാവിയെ കരുതുന്നത് എൻ്റെ യേശു അപ്പായ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ജനിക്കുന്നതിന് മുൻപ്, നീ ഉളവാകുന്നതിന് മുൻപ്, നീ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുൻപ് നിന്നെ കണ്ടൊരു കണ്ണ്, നിന്നെ അറിഞ്ഞൊരു ഹൃദയം, നിന്നെ കണ്ടൊരു കണ്ണ് ഇന്ന് പകൽക്കാലത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിച്ചോ? നിനക്ക് വേണ്ടി എൻ്റെ യേശു പ്രവർത്തിപ്പാൻ ശക്തനാ. പേടി വേണ്ട, ഭീതി വേണ്ട, പേടിക്കണ്ട. ഉറപ്പോടെ ഞാൻ പറയുന്നു, എൻ്റെ ഭാവിയെ കരുതിയവൻ, എൻ്റെ ഭാവിയെ കരുതിയവൻ നിങ്ങളെ കരുതുവാൻ ശക്തനാ. ഹല്ലേലൂയ. ഒരു വാക്ക് പോലും
നിങ്ങളെ സമ്പൂർണ്ണ ചെയ്ത് പറയുവാൻ കഴിവുള്ള ഒരുവനല്ലായിരുന്നു ഞാൻ. എൻ്റെ നാവിനെ അഭിഷേകം ചെയ്തെങ്കിൽ, എൻ്റെ നാവിനെ എടുത്തുപയോഗിച്ചെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ നാവിനെ എടുത്തുപയോഗിക്കാൻ എൻ്റെ യേശു ശക്തനാ. നിന്നെ എടുത്തുപയോഗിക്കാൻ എൻ്റെ യേശു ശക്തനാ. വിശ്വസിച്ചോ, ഏറ്റെടുത്തോ. നിന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിച്ചോ. നിന്റെ ജീവിതത്തെ യേശുവിന് വേണ്ടി സമർപ്പിച്ചോ. ഒരു മോശയെ പോലെ എന്റെ നാവ് വിക്കുള്ളതാ, എനിക്കൊന്നിനും കഴിവില്ലാത്തവനാ. എന്റെ ആദരം തുറന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്ക് കഴിവില്ലാത്തവനാ. കഴിവില്ലാത്തതിനെ കഴിവുള്ളതാക്കി മാറ്റുന്ന, ഇല്ലാത്തതിനെ ഉളവാക്കി മാറ്റുന്ന ഒരപ്പായുടെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആത്മസാന്നിധ്യം തിരിച്ചറിയുന്നവർ ആത്മമണ്ഡലത്തിൽ അല്പസമയങ്ങൾ അവരങ്ങ് തുറന്ന് ശത്രുവേ, നിനക്കെന്റെ ഭാവിയെ തടയാൻ കഴിയത്തില്ല. നിനക്കെന്റെ നന്മയെ തടയാൻ കഴിയത്തില്ല. എന്നോട് വാക്ക് പറഞ്ഞ കർത്താവാ, എന്നോട് വാഗ്ദത്തം ചെയ്തതിന്റെ കർത്താവാ, എന്നോട് വാക്ക് പറഞ്ഞ യേശുവാ. അണ്ടഘടാകത്തെ നിർമ്മിച്ചവൻ, അഖിലാണ്ടത്തെ ചമച്ചവൻ, ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയവൻ അവൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ നന്മകൾക്ക് മേൽ ശത്രു വിട്ടിരിക്കുന്ന മൂടുപടത്തെ മാറ്റുക. നിന്റെ നന്മകളെ തടഞ്ഞ് ശത്രു വിട്ടിരിക്കുന്ന ബന്ധനങ്ങളെ അഴിക്കുക. എന്റെ കർത്താവ് ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അന്യഭാഷകളിൽ ആത്മമണ്ഡലത്തിൽ പിശാചിനോട് പോരാടാമോ? നിന്റെ ജീവിതം ചേഞ്ച് ആകാൻ പോവാ. നിന്റെ ജീവിതം ചേഞ്ച് ആകാൻ പോവാ. നിന്റെ ജോലി മേഖലകൾ ചേഞ്ച് ആകാൻ പോവാ. നിന്നെ അടുത്ത തലത്തിലേക്ക് എന്റെ കർത്താവ് കൊണ്ടുപോകാൻ പോവാ. നീ ചിന്തിച്ചതിനപ്പുറത്തെ കൊണ്ടുപോകാൻ പോവാ. ഹല്ലേലൂയ. നിന്റെ ഭാവിയെ നോക്കി വിധിയെഴുതിയവരുടെ മുന്നിൽ നീ ഒരു അത്ഭുതമാകാൻ പോവാ. നീ ഒരു അത്ഭുതമാകാൻ പോവാ. അല്പസമയങ്ങൾ കരങ്ങൾ ചേർത്തടിച്ച് അന്യഭാഷകളെ എന്റെ ഭാവി യേശുവിന്റെ കയ്യിലാ. ഹല്ലേലൂയ. ഒരു മുട്ടയുടെ തോട് മുട്ടി അതിനകത്തുനിന്ന് ഒരു കോഴിക്കുഞ്ഞ് പുറത്തോട്ട് വരുന്നത് എങ്ങനെയാണോ? ഒരു മുട്ടയുടെ തോട് മുട്ടി അതിനകത്തുനിന്ന് ഒരു കോഴിക്കുഞ്ഞ് പുറത്തോട്ട് വരുന്നത് എങ്ങനെയാണോ? അതുപോലെ ചിലതിന്റെ വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം പൊട്ടി പുറത്തു വരാൻ പോവുകയാ. വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ മേൽ മൂടി വെച്ചത്, നിന്റെ മേൽ അടച്ചു വെച്ചത് ഇന്ന് പൊട്ടിമുള പോലെ പുറത്തു വരാൻ പോവുകയാ. വിശ്വസിച്ചോ? നിന്റെ ഭാവിയുടെ മേൽ കെട്ടിയത്, നിന്റെ ഭവനത്തിന്റെ ഉയർച്ച കാണില്ലെന്ന് പറഞ്ഞ് കെട്ടിയത്, നിന്റെ തലമുറയുടെ ഉയർച്ച കാണില്ലെന്ന് പറഞ്ഞ് കെട്ടിയത് ഇന്ന് പകൽക്കാലം അഴിയാൻ പോവാ. എന്റെ യേശു ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാ. അവൻ ഇന്നും അത്ഭുതം പ്രവർത്തിക്കാൻ ശക്തനാ. വീര്യപ്രവർത്തികളുടെ ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. കാഴ്ചക്കാരെ പോലെ ഇരിക്കാനല്ല, കണ്ണുകൾ അടച്ചുകൊണ്ട് എന്റെ യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, എന്റെ യേശുവിനെ ഒന്ന് കണ്ണുകൊണ്ട്, എന്റെ യേശുവെ വിളിച്ചുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചിലതിന്റെ മേൽ ചില നിയോഗങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നീ ദൈവത്തോട് ചോദിച്ചതല്ലേ, എന്റെ കർത്താവേ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്?
ചിന്തിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്താ ഒരു ഉയർച്ചയില്ലാത്തത്? എൻ്റെ ജീവിതത്തിൽ എന്താ ഒരു നന്മയും കിട്ടാത്തത്? ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് നിന്നോട് പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിരാമം കുറിക്കാനുള്ള സമയമായി. നിന്റെ പ്രാർത്ഥനകൾക്ക് വിരാമം കുറിക്കാനുള്ള സമയമായി. നിന്റെ നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, നിന്റെ വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, നിന്റെ ഉയർച്ചകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന സകല ബന്ധനങ്ങള് ഇന്ന് അഴിയാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ചില പുതുവഴികൾ നിങ്ങളുടെ മുൻപിൽ ഓപ്പൺ ആകാൻ പോവാ. ചില പുതുവഴികൾ നിങ്ങൾക്ക് ഓപ്പൺ ആകാൻ പോവാ. ഹല്ലേലൂയ. അതൊരിക്കലും നീ ചിന്തിച്ച മേഖലയിലല്ല, നീ ചിന്തിച്ച മേഖലകളിലല്ല, നീ ചിന്തിക്കുന്നതിനപ്പുറത്ത് വലിയ വഴികൾ നിന്റെ മുമ്പിൽ ഓപ്പൺ ആകാൻ പോവാ. ഹല്ലേലൂയ. ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കാമോ? ഒരു പൊട്ടനെ പോലെ വിശ്വസിക്കാമോ? എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന്, എൻ്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണെന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നീ ഇതിനകത്ത് കടന്നു വന്നതല്ല, എൻ്റെ യേശു നിന്നെ കൊണ്ടുവന്നതാ. നീ ഇതിനകത്ത് വെറുതെ വന്നതല്ല, എൻ്റെ യേശു നിന്നെ നിറയ്ക്കാൻ കൊണ്ടുവന്നതാ. നീ ഇതിനകത്ത് വെറുതെ വന്നതല്ല, എൻ്റെ യേശു നിന്നെ പുതിയതായിട്ടൊന്ന് പണിയാൻ കൊണ്ടുവന്നതാ. വിശ്വസിച്ചോ? ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാ. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാ. ദൈവസാന്നിധ്യം ചലിച്ചു തുടങ്ങിയിരിക്കുകയാ. ദൈവസാന്നിധ്യം ചലിച്ചു തുടങ്ങിയിരിക്കുകയാ. ഓ ഹല്ലേലൂയ. രാഭാശാരംദേ വിഖേനിയാന്തന വൈശംഭ്രവന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലത് മറനീക്കി പുറത്തു വരാൻ പോവാ. ചിലത് മറനീക്കി പുറത്തു വരാൻ പോവാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നോട് പറഞ്ഞതൊക്കെയോ നീ മറന്നുപോയ ചില വാഗ്ദത്തങ്ങൾ, കർത്താവ് നിന്നോട് പണ്ട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ ഇതുവരെ നീ മറന്നുപോയത് ഇന്ന് പുറത്തു വരാൻ പോവാ. ഇന്ന് പുറത്തു വരാൻ പോവാ. പ്രാപിച്ചോ? ഈ ആത്മമണ്ഡലം പുതിയൊരാത്മമണ്ഡലം തുറക്കുകയാ. പുതിയൊരാത്മമണ്ഡലം തുറക്കുകയാ. കർത്താവിന്റെ ഷെക്കൈൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. കർത്താവിന്റെ ഷെക്കൈൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. പ്രാപിച്ചോ. നിന്നെ നിറപ്പാൻ കഴിവുള്ളവൻ, നിന്നെ നിറയ്ക്കാൻ കഴിവുള്ളവൻ എൻ്റെ യേശു ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരും മൗനമായിട്ടിരിക്കരുത്. എനിക്കറിയാം തടഞ്ഞു നിർത്തുവാൻ കഴിയാത്ത ഒരണവട്ടി ഒഴുകുന്ന പോലെ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ, ആ വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ മേലൊരു ശക്തി നിഴലിടാൻ പോവാ. ഹല്ലേലൂയ. ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ നീ പ്രാപിച്ചിട്ടില്ലാത്ത വലിയൊരു ദൈവ സാന്നിധ്യം, വലിയൊരു അഭിഷേകം ഇതിനകത്തിന്റെ യേശു തുറന്നിരിക്കുന്നു. വിശ്വസിച്ചോ? Hallelujah. Thank you, Holy Spirit. കർത്താവേ, ഞങ്ങളല്ല കർത്താവേ ഇതിനകത്തൊന്നും ചെയ്യുന്നത്. ഞങ്ങൾക്കറിയാം നീ വന്നിടത്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചല്ലേ, നീ പോയിടത്തൊക്കെയും വിടുതലുകൾ സംഭവിച്ചല്ലേ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് അത്ഭുത വിടുതലുകൾ. ഹല്ലേലൂയ. ഓ, തകർന്നു നുറുങ്ങിയ ഹൃദയത്തോടാണ് നീ ഇതിനകത്തായിരിക്കുന്നത്. തകർന്നു നുറുങ്ങിയ മനസ്സോടെയാണ് നീ ഇതിനകത്തായിരിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ സന്തോഷം തരുക, നിന്റെ ഹൃദയത്തിൽ മുറിവുകളെ ഉണക്കുക. എന്റെ യേശു അപ്പ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ യേശു അപ്പ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാനുണ്ടെന്ന് അരുളി ചെയ്ത യേശുവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കുവാൻ താല്പര്യമുള്ളവർ, കരയുവാൻ പറ്റുന്നവർ, മുട്ടിന്മേലിരിക്കാൻ കഴിയുന്നവർ ആരും ആ സാന്നിധ്യത്തെ മറന്നു പോകരുത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അന്യഭാഷകളിൽ അല്പസമയം ഇതിന്റെ ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമാ. ഇന്നു മുതൽ നീ പുതിയൊരു സൃഷ്ടിയാ. പുതിയ കൃപകൾ നീ പ്രാപിക്കുന്ന ദിവസമാ. പുതിയ അഭിഷേകം നീ പ്രാപിക്കുന്ന ദിവസമാ. നിന്റെ ജീവിതത്തെ മാറ്റുന്ന ദിവസമാ.
റംദപ്രവന വൈഷമാനസിയാന്തന ഹത്തുന വൈഷപ്രവന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാപിച്ചോ പ്രാപിച്ചോ പ്രാപിച്ചോ. ഹല്ലേലൂയ. അന്യഭാഷകളെ 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 ശാരാബാകാരെ ഖേശബ്ദനിയാന്തന വൈഷപ്രവന വൈഷമാനസിയ ശാരാബാബാബാബാബാ നിഖാനാരെ റംദേ. ഹല്ലേലൂയ 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 ജീസസ്. ദൈവിക സാന്നിധ്യം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവിക സാന്നിധ്യം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുക. നിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ, നിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ ഇന്ന് അതിന് വിജയക്കൊടി പാറിക്കൊണ്ട് യേശുവിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതെങ്ങനെ സംഭവിക്കും നീ കരുതിയാണോ ഇതിനകത്ത് വന്നേ? എൻ്റെ യേശുവിന് അതിനെ വിടുതൽ തരാൻ പോവാ. ഇന്ന് എൻ്റെ യേശു അതിന് മേൽ വിജയം തരാൻ പോവാ. വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ഭാവി ഇതുവരെയും എന്തായി തീരുമെന്ന് നീ ചിന്തിച്ചെങ്കിൽ എൻ്റെ യേശു ഇവിടെ നിന്ന് തുടങ്ങുകയാ. ഇന്ന് ഈ പകൽക്കാലം ഇവിടെ നിന്ന് തുടങ്ങുകയാ. നിന്റെ ഭാവിയെ നീ എന്താഗ്രഹിച്ചോ അതിനപ്പുറത്ത് എൻ്റെ യേശു കൊണ്ടുപോകാൻ പോവാ. ഹല്ലേലൂയ. നീ പരാജയം സ്ഥിരീകരിച്ചെടുത്ത് ഇനി എനിക്ക് മുന്നോട്ട് വിജയമില്ല എന്ന് കരുതി ഇന്നിനകത്ത് ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് പകൽക്കാലം നിന്റെ വിജയത്തിന്റെ ദിവസമാണ്. ഇന്ന് പകൽക്കാലം നിന്റെ വിജയത്തിന്റെ ദിവസമാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? ഒരിക്കൽ പോലും തോൽക്കാത്തവനെ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. കാൽവറിയിൽ തന്റെ മരണം കൊണ്ടുപോലും വിജയം നേടിയ ഒരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകർക്കാൽ ജയാളി അതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം എത്ര പേർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ അനുഭവിക്കുന്നവർ അല്പസമയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുമ്പോൾ എൻ്റെ മാത്രം ജീവിതത്തിലല്ല, എൻ്റെ ഭവനത്തിൻ്റെ ഉള്ളറയിൽ എന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന